ഇന്നലെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം പരാതി വന്നാൽ കണ്ടക്ടറെ അപ്പോഴേ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞു. മൂന്നാറിലെ ഡബിൾ ഡക്കർ ഓടാൻ കൊണ്ടിട്ട് ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി 400 രൂപ പോക്കറ്റിലിടുന്ന ചെറ്റ പണി ഇനി നിർത്തിക്കൂടെ? കൈ കാണിച്ച വണ്ടി നിർത്തി കയറ്റിക്കൊണ്ട് പോകണം. ഇനിയിപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. കൈ കാണിക്കാതെ നിർത്താതെ പോയാൽ തിരുവനന്തപുരം വരെയുള്ള കാശ് തരേണ്ടി വരും ഡ്രൈവർ. ഞാൻ പറഞ്ഞേക്കാം, അത്രേ പറയാനുള്ളൂ. പിന്നെ പുതിയ വണ്ടി വന്ന് കിടപ്പുണ്ട്, ഇടിച്ച് ചുരുട്ടുക. കൊട്ടാരക്കര ഒരു വണ്ടി കൊടുത്തു, ഇടിച്ച് ചുരുട്ടി. അത് കഴിഞ്ഞ് ഇടിച്ച് ചുരുട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, ഇടിച്ചതിൻ്റെ മാത്രമല്ല കളക്ഷനും കൊടുക്കേണ്ടി വരും. കാരണം സാധനം വന്ന് പിടിപ്പിച്ചു ഒരു 10 ദിവസം കളക്ഷൻ്റെ കാശ് കൊടുക്കണ്ടെങ്കിൽ ഇടിച്ചു, പിന്നെ തട്ടി നോക്കാനുള്ള പൈസയും തരേണ്ടി വരും. അല്ലാതെ ഇവിടെ ദാരിദ്ര്യമൊക്കെ മാറും KSRTC. ഈ ദാരിദ്ര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാറില്ല. നമ്മൾ ആദ്യം മനസ്സിലായി നമ്മൾ ഉണ്ടെന്ന് പറയണം, അപ്പോൾ ഇഷ്ടം പോലെ വരും. ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ദാരിദ്ര്യമായിരിക്കും. 1-ാം തീയതി ശമ്പളം കൊടുത്ത് എന്താ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 1-ാം തീയതി ശമ്പളം കിട്ടിയിട്ട് അതങ്ങ് മറന്നു എന്നൊരു സംശയമുണ്ട് എനിക്ക്. ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടി ഡ്യൂട്ടി പറ്റത്തില്ല, ഒരു ഡ്യൂട്ടിയും കൂടെ പറ്റത്തില്ല. ഞാൻ നിങ്ങളത് KSRTC ജീവനക്കാരോട് പറയാം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് 8 വർഷങ്ങൾക്ക് ശേഷം KSRTCയുടെ പേരിൽ വണ്ടി വാങ്ങിയത്. ആ വണ്ടി പത്തനാപുരത്ത് നിന്ന് പോകുന്ന സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വണ്ടി, 2 വണ്ടി പോകുന്നു, 2 വണ്ടിക്ക് 3 ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ വണ്ടി വന്നപ്പോൾ അതിന് 4 ഡ്യൂട്ടി തരണം. എന്താ കാര്യം? KSRTCയുടെ വണ്ടി സ്വിഫ്റ്റിൻ്റെ വണ്ടിയാക്കി മാറ്റാൻ എനിക്ക് 1 മിനിറ്റ് മതി എന്ന് ആലോചിച്ചാൽ മതി. ഇനി അടിക്കുന്ന ബില്ലെല്ലാം സ്വിഫ്റ്റിൻ്റെ പേരിൽ അടിച്ചാൽ കാര്യം കഴിഞ്ഞു. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത? നിങ്ങൾക്ക് വേണ്ടിയില്ലേ? ഞാൻ മന്ത്രിയാണ്, നമ്മളങ്ങ് പോകും. ഇപ്പോൾ ഇരിക്കുന്ന CMDയും പോകും, എല്ലാ ഉദ്യോഗസ്ഥരും പോകും. ഇവിടെ 1-ാം തീയതി ശമ്പളം വാങ്ങിക്കേണ്ടത്, ഇവിടെ ജീവിക്കേണ്ടത് KSRTC ജീവനക്കാരാണെന്ന് എല്ലാ ട്രേഡ് യൂണിയനും രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം. കാർഡുകൾ വരുന്നു. കാർഡ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണ്? 92,000 കാർഡ് വന്നു, അത് മൊത്തവും തീർന്നു. അത് കഴിഞ്ഞ് 35,000 കാർഡ് വന്നു, അത് മൊത്തവും തീർന്നു. ഇപ്പം 40,000 കാർഡ് വന്നപ്പോൾ വടക്കൻ ജില്ലയിൽ നിന്നുള്ള MLA മാരും KSRTCയിലെ ഉദ്യോഗസ്ഥന്മാരും പരാതിയാണ്, ഞങ്ങൾക്ക് തരുന്നില്ല. 40,000 കാർഡും ഞാൻ വടക്കൻ ജില്ലയിലേക്ക് അയച്ചു കൊടുത്തു. 5 ലക്ഷം കാർഡ് അടിക്കുകയാണ്. ഈ കാർഡ് അടിക്കുള്ള ഗുണം വെച്ചാൽ ചില്ലറയ്ക്ക് വേണ്ടി വഴക്കില്ല, കണ്ടക്ടർക്ക് കണക്കെഴുതാൻ ബുദ്ധിമുട്ടില്ല. ഭൂരിപക്ഷം കണ്ടക്ടർമാരും ഈ കാർഡ് തീരെ മുറയ്ക്കുക, നിറച്ചു കൊടുക്കാൻ തയ്യാറ്. ചില ആളുകൾ നിറയ്ക്കില്ല. നിറയ്ക്കുന്ന ജോലി കണ്ടക്ടർക്ക് നിറയ്ക്കാൻ ചിലവ് അപ്പോൾ വഴി നിറയ്ക്കാം. പക്ഷേ എന്താ ചെയ്യുന്ന? കണ്ടക്ടറെ ഏൽപ്പിച്ചാൽ ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതാരാണ് ചില്ലറ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കാതെ ആളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവൻ. നല്ല മനസ്സുള്ളവന്മാരാ. അല്ലാത്തവർ സത്യസന്ധൻ ഒരിക്കലും ഇത് ചെയ്യില്ല. സത്യസന്ധന മെനക്കേട് വേണ്ട. ഇതങ്ങ് നിറച്ചു കൊടുത്താൽ ചില്ലറയും കൊടുക്കണ്ട, കാശ് കണക്കെണ്ണണ്ട, പൈസ എണ്ണണ്ട, ചുമക്കണ്ട, ഒന്നുമില്ല. അപ്പം കള്ളനാണ്. ഇതിനകത്ത് കള്ളത്തരം മനസ്സിലുള്ളവർ മാത്രമേ ഇത് ടോപ്പ് അപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് ജനങ്ങൾക്കും സൗകര്യമാണ്, കണ്ടക്ടർക്കും സൗകര്യമാണ്. ഞാൻ ഇത് ടോപ്പ് അപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവനെ കള്ളനായിട്ട് കാണാം. അത്തരം പരാതികളിൽ ഇന്നലെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, അത്തരം പരാതി വന്നാൽ കണ്ടക്ടറെ അപ്പോഴേ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞേക്കുക. കാരണം വെച്ചാൽ അതിനകത്ത് ഡബിൾ ഡക്കർ ഓടാൻ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. മൂന്നാറിലെ ഡബിൾ ഡക്കർ ഓടാൻ കൊണ്ടിട്ട് ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി 400 രൂപ പോക്കറ്റിലിടുന്ന ചെറ്റ പണി ഇനി നിർത്തിക്കൂടെ? ഇത് ഈ വിദ്യാഭ്യാസവും MA MSCയും പഠിച്ചവർ വരെ KSRTCയിൽ കണ്ടക്ടറായിട്ട് പോകുന്നുണ്ട്. അവർക്ക് നാണക്കേടല്ലേ ഇത്തരം പരിപാടികൾ? മൊത്തത്തിൽ ഈ ഒരു KSRTC ജീവനക്കാരെന്ന സമൂഹത്തെ ഇങ്ങനെ അപമാനിച്ചാൽ കൊള്ളാം. പണികൾ കാണിച്ച 48,000 രൂപ ലാഭത്തിലാണ് പോകുന്നത് ഒരു ദിവസം. മൂന്നാറിലെ ഡബിൾ ഡക്കർ കൊണ്ടുവന്ന ഒറ്റ ഇടിയാണ്. 4-5 ദിവസം ഇവന് ഓട്ടമില്ല. ഇപ്പോൾ KSRTC ഇത്ര പോയി 2 ലക്ഷം രൂപ പോയോ? 5 ദിവസം വണ്ടി ഷെഡിലായിരുന്നു. 2 ലക്ഷം രൂപ പോയോ? ആർക്കാ പോയത്? എനിക്കല്ല പോയത്, ഗണേഷ് കുമാറിനൊന്നും പോയില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും 1-ാം തീയതി ശമ്പളവും ഇല്ല, തോന്നുമ്പോൾ ശമ്പളവും 5 ഗഡുക്കളായിട്ട് ശമ്പളവും ഒക്കെ വാങ്ങാൻ റെഡിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തോ, ഒരു പരാതിയില്ലെന്നേ. അതൊക്കെ ചെയ്തോ, പറഞ്ഞാൽ കേൾക്കൂ. തൽക്കാലം എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാവ് ഞാൻ തന്നെ. കൈ കാണിച്ച വണ്ടി നിർത്തി കയറ്റിക്കൊണ്ട് പോകണം. ഇനിയിപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. കൈ കാണിക്കാതെ നിർത്താതെ പോയാൽ തിരുവനന്തപുരം വരെയുള്ള കാശ് തരേണ്ടി വരും ഡ്രൈവർ. ഞാൻ പറഞ്ഞേക്കാം, അത്രേ പറയാനുള്ളൂ. പിന്നെ പുതിയ വണ്ടി വന്ന് കിടപ്പുണ്ട്, ഇടിച്ച് ചുരുട്ടുക. കൊട്ടാരക്കര ഒരു വണ്ടി കൊടുത്തു, ഇടിച്ച് ചുരുട്ടി. അത് കഴിഞ്ഞ് ഇടിച്ച് ചുരുട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, ഇടിച്ചതിൻ്റെ മാത്രമല്ല കളക്ഷനും കൊടുക്കേണ്ടി വരും. കാരണം ഇടിച്ചേച്ച് കൊണ്ടിടുമ്പം ഈ ഒരു സാധനം കിട്ടുന്നത്, അതിനെ പുരണ്ടി ഇരിക്കുന്ന ഒരു സാധനം കിട്ടത്തില്ല. കാരണം ഇതെല്ലാം പുതിയതാണ്. ഇത് പുതിയ മോഡൽ വണ്ടികളാണ് ഈ വരുന്നതെല്ലാം. ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് പോലും ഇവിടെ ലോക്കലായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇത് മുഴുവൻ നമ്മൾ ഓരോന്നും വാങ്ങിയിട്ടില്ല. കാരണം പുതിയ വണ്ടിയല്ലേ, വണ്ടി വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്താം. ബാംഗ്ലൂരിൽ മിനിമം 5-6 ദിവസം എടുക്കും. സാധനം വന്ന് പിടിപ്പിച്ചു ഒരു 10 ദിവസം കളക്ഷൻ്റെ കാശ് കൊടുക്കണ്ടെങ്കിൽ ഇടിച്ചു, പിന്നെ തട്ടി നോക്കാനുള്ള പൈസയും തരേണ്ടി വരും. അല്ലാതെ വിലപിടിപ്പുള്ള സാധനമാണ്. എല്ലാ വണ്ടിയും വില കൂടിയ വണ്ടികളാണ്. അല്ല ആക്രി വണ്ടിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ആ ലിങ്ക് ബസ്സൊക്കെ കണ്ടു നോക്കണം. അതിനകത്ത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വണ്ടിക്കകം. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, കഴുകാനും വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ്. ഇത് കഴുകി തുടച്ച് വൃത്തിയായിട്ട് കൊണ്ടു കിടക്കണം. അല്ലാതെ ഇത് ചള്ളയും ചെളിയായിട്ട് കൊണ്ടു കിടന്ന ആളിൽ കയറില്ല.